ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്, വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. നമ്മുടെയൊക്കെ സമയം നല്ലതാണെങ്കിൽ നമ്മുടെ തെറ്റുകൾ പോലും ഓരോ തമാശകളായി മാറും. എന്നാൽ സമയം മോശമായാൽ തമാശകൾ പോലും തെറ്റായി മാറും. താഴ്ന്നു കൊടുക്കാം നമ്മളെ അംഗീകരിക്കുന്നവർക്ക് മുമ്പിൽ, എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം. ആവശ്യങ്ങൾക്കായുള്ള സ്നേഹം അത് നേടിയെടുക്കുന്നതിലൂടെ തീരും. സഹതാപം കൊണ്ടുള്ള സ്നേഹം സാഹചര്യങ്ങൾ മാറുന്നതോടെ തീരും. സ്വന്തമാക്കാനുള്ള സ്നേഹം അത് ലഭിക്കുന്നതോടെ തീരും. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം ജീവിതാവസാനം വരെ നിലനിൽക്കും. നഖങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മൾ നഖങ്ങളെയാണ് വെട്ടിക്കളയുന്നത്, അല്ലാതെ വിരലുകളെയല്ല. അതുപോലെ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ വരുമ്പോൾ ഈഗോ ആണ് ഇല്ലാതെയാക്കേണ്ടത്, അല്ലാതെ ബന്ധങ്ങളെയല്ല. മൗനമായി നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നല്ല. നിങ്ങളുടെ ആശയങ്ങൾക്ക് മറ്റുള്ളവർ ചെവി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതാണ്. എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക. അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ അത് തിരിച്ചറിയും. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ജീവിതം അഭിനയമായി മാറും. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാവുകയോ ചെയ്യേണ്ടതില്ല. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. ജീവിതം നീണ്ടു നിവർന്നു കിടക്കുന്നു എന്ന് കരുതുന്നത് വലിയ മണ്ടത്തരമാണ്. ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് നമ്മുടെ ജീവിതം. ഒരു ജ്ഞാനിയും വിഡ്ഢിയും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം, ആദ്യത്തെയാൾ തനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതിനു വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെയാൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്നു. ആർക്കു വേണ്ടിയും സ്വന്തം സന്തോഷങ്ങൾ മാറ്റാൻ ശ്രമിക്കരുത്. അവസാനം അവർ അവരുടെ സന്തോഷങ്ങൾ തേടിപ്പോകുമ്പോൾ വിഡ്ഢികളായി നിൽക്കേണ്ടി വരും നമ്മൾ. നിങ്ങൾക്ക് ആരെയെങ്കിലും സഹായിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണെങ്കിൽ അവരെ സഹായിക്കുക. ഒരു വ്യക്തിയുടെ പ്രാർത്ഥനകൾക്ക് ദൈവം നിങ്ങളിലൂടെയാകാം ചിലപ്പോൾ ഉത്തരം നൽകുന്നത്. ഒരാൾക്ക് തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് എല്ലായ്പ്പോഴും മരുന്നുകൾ മാത്രം മതിയാവില്ല. സ്നേഹം, സമാധാനം ഇവയിൽ നിന്ന് ലഭിക്കുന്ന ആത്മധൈര്യവും കൂടി അതിന് ആവശ്യമാണ്. വിജയം മുൻകാല തയ്യാറെടുപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു. തയ്യാറെടുപ്പുകൾ ഇല്ലെങ്കിൽ പരാജയം ഉറപ്പാണ്. ഒരാളൊന്ന് താഴ്ന്നു തരുമ്പോൾ നമ്മൾ വിജയിച്ചു എന്ന് കരുതരുത്. നമ്മളാണ് പരാജയപ്പെടുന്നത്. കാരണം എല്ലാ ബന്ധങ്ങളുടെയും ആയുസ് കൂട്ടുന്നത് താഴ്ന്നു കൊടുക്കുന്ന മനസ്സാണ്. നിങ്ങൾ ചോദിച്ച ഒരു കാര്യത്തെക്കുറിച്ച് മറ്റൊരാൾ മുഴുവനായും പറഞ്ഞു തന്നില്ല എങ്കിൽ നിശബ്ദത പാലിച്ച് അവരുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുക. എങ്കിൽ വീണ്ടും അവർ കൂടുതൽ കാര്യങ്ങൾ പറയും. ഒരാളുടെ പ്രവൃത്തിയും സംസാരവും നമ്മെ വിഷമിപ്പിക്കുന്നതാണ് എങ്കിൽ അത്തരം ആളുകളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാതെ അവരോട് തർക്കിക്കാൻ നിന്ന് നമ്മുടെ വിലപ്പെട്ട സമയം കൂടി നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അവസാനിപ്പിക്കാൻ വളരെ വേഗം കഴിയുന്നതും തിരിച്ചു കിട്ടാൻ അതിലേറെ പ്രയാസമുള്ളതുമായ ഒന്നാണ് ബന്ധങ്ങൾ.